എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 1600-ന്റെ 2 ഗഡുക്കൾ 3200 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. അപ്പൊ ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഫോൺ കോൾ നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ കൊടുത്തു തുടങ്ങിയോ? ഇല്ല, അടുത്ത ആഴ്ചയിലേ കൊടുക്കത്തുള്ളൂ. എന്നോട്ടാണ് ഡേറ്റ് പറഞ്ഞില്ല, അടുത്ത ആഴ്ചയിൽ പെൻഷൻ ഉണ്ട്. അത് എങ്ങനെയാണ്? ഒരെണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കുന്നുണ്ടോ മേഡം? കുടിശ്ശിക തീർത്തല്ല, കുടിശ്ശികയും പെൻഷനും കൂടി തന്നെയാണ്. കുടിശ്ശികയും പെൻഷനും അപ്പൊ രണ്ടെണ്ണാണോ അല്ലെങ്കിൽ ഒരെണ്ണാണോ? ഒരു കുടിശ്ശിക ഒരു പെൻഷൻ അങ്ങനെയാണ്, 2 എണ്ണം കൊടുക്കുന്നുണ്ടോ? അപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 1600 തന്നെയാണ് ലഭിക്കുന്നത്. അത് 2 മാസത്തേത് കൂട്ടി 3200 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് തിങ്കളാഴ്ച മുതൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സംസ്ഥാന നിർമ്മാണ ഭവനിൽ നിന്നും ജില്ലാ തലങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്നാണ് ഓരോ ജില്ലയിലും വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ദിവസത്തെയോ 2 ദിവസത്തെയോ താമസം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്താൻ എടുത്തേക്കാം. തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതാണ്. 1 അല്ല 2 മാസത്തെ പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ മാസം ലഭിക്കുന്നത്. അപ്പൊ കുടിശ്ശികയും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുണ്ട്. മറ്റൊന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. 2000 രൂപയുടെ വിതരണം. അത് ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. 1050 കോടി രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് 2000 രൂപ വീതം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. 26.46 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതി ബുധനാഴ്ച മുതലാണ് തുക വിതരണം നടത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകും. പക്ഷേ 2 ദിവസത്തെ താമസം ഉണ്ടാകും. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയും അതുപോലെ തന്നെ ലിസ്റ്റും എത്തേണ്ടതുണ്ട്. അത് കട്ട് ചെയ്ത് വീടുകളിൽ എത്തി വിതരണം ചെയ്യേണ്ട ഒരു താമസം വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള ബാങ്കിലെത്തുന്ന ആളുകൾക്ക് ബുധനാഴ്ച തന്നെ തുക എത്തിച്ചേരുന്നതാണ്. ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. 2000 രൂപയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ, ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നത്. ഇവർക്ക് ഈ മാസം 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത്. അതായത് ഇപ്പോൾ കുടിശ്ശികയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത്. 2 മാസത്തെ എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ്. അവർക്ക് 2 മാസത്തെ പെൻഷനാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. അവർക്ക് 17 മാസത്തേതാണ് കുടിശ്ശികയുള്ളത്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തിലാണ് ആദ്യ വിതരണം നടന്നത്. ഇനി മാർച്ച് മാസത്തിൽ ഉണ്ടാകും. മാർച്ച് 10-ന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകും. അതായത് ഇപ്പോൾ ഉള്ള ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തത് 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് എങ്കിൽ അടുത്ത വിതരണത്തിൽ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ അപേക്ഷകൾ നൽകിയിട്ടുള്ള ഭൂരിഭാഗം കൂടുതൽ ആളുകൾക്ക് അടുത്ത ഗഡു മാർച്ചിലെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ്. വൈദ്യുതി സംബന്ധമായിട്ടുള്ള പരാതികൾക്ക് ഇനി സെക്ഷൻ ഓഫീസുകളിൽ വിളിക്കണം എന്നില്ല. 94 96 00 1912 എന്ന നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വാട്സപ്പിലൂടെ പരാതികൾ അറിയിക്കാവുന്നതാണ് എന്ന് KSEB അറിയിച്ചു. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കി. 2.69 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. www.electsearch.eci.gov.in എന്ന വെബ്സൈറ്റ് ലിങ്കിലൂടെ വോട്ടർ ID കാർഡ് നമ്പറോ പേരോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ജനനതീയതി, വയസ്സ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇന്നും നാളെയും കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പുമുണ്ട്. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ചേർന്ന് 2 വർഷം മുടങ്ങാതെ അംശാദായം അടച്ചിട്ടുള്ള 25 മുതൽ 55 വയസ്സിന് ഇടയിൽ പ്രായമുള്ള മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത ലോൺ ലഭിക്കും. 10 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 0495
2966 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9188 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ദേശീയപാത ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ പണം സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ വാഹനത്തിൽ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണം, ഇല്ല എങ്കിൽ മൊബൈൽ ഫോണിൽ UPI പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം വേണം. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവുണ്ടായി. ഗ്രാമിന് 175 രൂപ കൂടി 14,600 രൂപയും പവന് 1,400 രൂപ കൂടി 1,16,800 രൂപയിലും എത്തി. ബാങ്ക് അക്കൗണ്ടുള്ള മിക്ക ആളുകൾക്കും ഇന്ന് UPI ആപ്പുകളുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ അടക്കമുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. കാരണം നിങ്ങളുടെ സമ്മതമില്ലാതെ ഓട്ടോ പേ വഴി പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ ഓട്ടോ പേ വഴി നടക്കുന്ന ഇടപാട് റദ്ദാക്കാൻ സംവിധാനവും ഇല്ല. രാജ്യത്തെ നിരവധി ഉപഭോക്താക്കളുടെ പണമാണ് ഇതുപോലെ നഷ്ടപ്പെട്ടത്. പരാതികൾ കുമിഞ്ഞു കൂടിയതോടെ ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ഓട്ടോ പേ സംവിധാനം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ UPI സാങ്കേതികവിദ്യയുടെ ഉടമയായ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു തവണ ബില്ലടച്ചാൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ഒരു തവണ ബില്ലടക്കുകയോ ആപ്പുകളുടെയും ചാനലുകളുടെയും സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ചെയ്താൽ എല്ലാ മാസവും ആ ഒരു സമയം ആകുമ്പോൾ പതിവായി ഓട്ടോ പേ വഴി പണം നഷ്ടപ്പെടുന്നതായും ഓട്ടോ പേ സംവിധാനം നിരസിക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്നും ഒരുപാട് തവണ ഓട്ടോ പേ അംഗീകരിക്കുന്നതോടെ നിരന്തരം ഓട്ടോമാറ്റിക്കായി പണം നഷ്ടമാവുകയാണ് എന്നും ഉപഭോക്താക്കളുടെ പരാതി കുമിഞ്ഞു കൂടുകയാണ്. കുക്കു FM പോലുള്ള നിരവധി ആപ്പുകളുടെ സബ്സ്ക്രിപ്ഷനാണ് മലയാളികൾ എടുത്തിട്ടുള്ളത്. ഇവർക്കെല്ലാം ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ, യൂട്ടിലിറ്റി ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, EMI-കൾ എന്നിവ പതിവായി പണമടക്കുന്നതിന് 2020 UPI ഓട്ടോ പേ ആരംഭിച്ചത്. UPI-യിൽ അതിവേഗം വളരുന്ന സംവിധാനമാണ് ഓട്ടോ പേ. AI, EdTech, FinTech, വെൽനെസ്, സമൂഹ മാധ്യമം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനുകളിൽ പതിവായി പണം മുടക്കുന്നത് വ്യാപിച്ചതോടെ ഓട്ടോ പേ സംവിധാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു. നിലവിൽ പ്രതിമാസം ഏകദേശം 1 ബില്യൺ ഓട്ടോ പേ ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നു എന്ന് EY ഇന്ത്യ പാർട്ണർ റന ദുർജയ് താലൂക്ക്ദാർ പറഞ്ഞു. ഇത് രാജ്യത്തെ മൊത്തം UPI ഇടപാടുകളുടെ 5-1 വരും. അപ്പോൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷനുകൾ അല്ലെങ്കിൽ EMI മറ്റ് സേവനങ്ങൾക്കുള്ള ബില്ലുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്ന് പോകും എന്നുള്ളതാണ് ഓട്ടോ പേയിലൂടെ പ്രശ്നം. നമുക്ക് ആവശ്യമില്ലാത്ത പണവും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കുള്ള പണവും ഇതിൽ നിന്ന് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത അറിയിപ്പ്, KYC നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സേവനങ്ങൾ ലഭിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ, കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് വേതനം അടക്കമുള്ള നിരവധി സേവനങ്ങൾ ലഭിക്കുന്ന ആളുകൾ KYC മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ KYC നടപടി പൂർത്തീകരിക്കണം. ഇല്ല എങ്കിൽ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും എല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും KYC നടപടി പൂർത്തീകരിക്കണം. ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും മെസ്സേജ് വരികയും തുക അക്കൗണ്ടുകളിലേക്ക് എത്താത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം KYC നടപടി പൂർത്തീകരിക്കുകയും അക്കൗണ്ടിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പല ആളുകളും ബാങ്കിൽ അന്വേഷിക്കാതെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് അക്കൗണ്ട് നിർജീവമായത് അവർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബാങ്കിൽ എത്തിയപ്പോഴാണ് അവരുടെ അക്കൗണ്ട് സജീവമല്ല എന്ന് അറിയുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് സജീവമാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് മാറ്റി നൽകുകയോ ചെയ്യേണ്ടതാണ്. പുതുതായി സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളും ആദ്യം ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ അക്കൗണ്ട് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ